ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കൺസീലർ ട്രിക്സിനെ കുറിച്ച് പറയാനാണ്. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് കളർ കറക്റ്റേഴ്സ്, ഓറഞ്ച്, ഡാർക്ക് ഓറഞ്ച്, പിങ്ക് കളർ, അങ്ങനെ പല പല ഇത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറക്റ്റർ ഈ ഓറഞ്ച് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അത് കവർ ചെയ്യാൻ നമ്മൾ മറ്റൊരു ഡാർക്ക് ഷെയ്ഡ് കൺസീലർ യൂസ് ചെയ്യണം. പിന്നെ അതും കവർ ചെയ്ത് അതിന്റെ പുറത്താണ് നമ്മൾ ഫൗണ്ടേഷൻ എടുക്കുന്നത്. അപ്പൊ അത് കാരണം കുറെ ലെയറിങ് വരാതെ ഒരു പെട്ടെന്ന് ഒരു ചെറിയൊരു ട്രിക്കിലൂടെ എങ്ങനെ നമുക്ക് അത് ചെയ്യാമെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം എന്റെ മുഖത്ത് ഒരു പിമ്പിൾ വന്ന ഒരു മാർക്കുണ്ട്, പക്ഷെ അത് അത്രയ്ക്ക് വലിയ റെഡിഷ് അല്ല. ഞാൻ അപ്പോൾ ഒരു കുറച്ച് ലിപ്സ്റ്റിക് എടുത്തിട്ട് ഞാൻ അവിടെ ഒരു റെഡ് കളർ കൊടുക്കാൻ പോകും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു റെഡിഷ് പിമ്പിൾ ആയിട്ടുള്ളത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് മാറ്റുന്നതെന്ന് അറിയാൻ വേണ്ടി. ഞാൻ അതിന്റെ ടോപ്പിൽ ഞാനൊരു റെഡ് കളർ കൊടുത്തേക്കുവാണ്. ഇത് റെഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ അകത്ത് കുറെ തിയറീസ് ഉണ്ട്. അത് എനിക്കിങ്ങനെ ഒരു ചെറിയ വീഡിയോയിലൂടെ പഠിപ്പിച്ചു തരാൻ പറ്റില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്ത് ചെറിയ ചെറിയ ട്രിക്സിലൂടെയാണ് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത്. അത് വലുതായിട്ട് പഠിക്കണമെങ്കിൽ നേരിട്ട് പഠിക്കാൻ വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ പറയുവാണ്, അതായത് റെഡിന്റെ ഓപ്പോസിറ്റ് ആരാണ്? ഗ്രീൻ ആണ് അല്ലെ? അപ്പൊ ഈ റെഡ് കവർ ചെയ്യാനാണ് നമ്മൾ ഗ്രീൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ഈ ഗ്രീൻ കുറച്ച് എടുക്കാൻ പോവാണ്. ഇത് കറക്റ്ററാണ്, ഇത് കളർ കറക്റ്ററാണ് ഇത്. അപ്പൊ ഞാൻ ഗ്രീൻ എടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് പിങ്ക് ടോൺ കൂടെ എടുക്കുകയാണ്, പിങ്ക് കളറിൽ. അപ്പൊ ഇതും രണ്ടും കൂടെയാണ് ഞാനിപ്പോ ഇവിടെ മിക്സ് ചെയ്യാം. കൈയുടെ പുറത്ത് വേണമെങ്കിലും ചെയ്യാം, ഇല്ല നമ്മൾ പ്ലേറ്റിൽ വെച്ചിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല. ഇത് രണ്ടും കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്തതിനെയാണ് ഞാനിനി ഈ പറയുന്ന റെഡിഷിന്റെ പുറത്ത് അപ്ലൈ ചെയ്യാം. ഇത്രയും ഒന്ന് കവറായി അല്ലെ? ഇനി അത് കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ഡ്രൈ ആകണം. ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ അത് ഓൾറെഡി ഡ്രൈ ആകും. എന്നിട്ട് ഇതിന്റെ പുറത്താണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാവുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാവുന്നത്, ഇതിന്റെ പുറത്ത് വേണമെങ്കിൽ നമുക്ക് പൗഡർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ അതിന്റെ മേളിൽ നമ്മൾ ഫൗണ്ടേഷൻ വരുമ്പോൾ ഈ നമ്മൾ അപ്ലൈ ചെയ്ത സാധനം മൂവ് ആകാണ്ടിരിക്കാനാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ എങ്ങനെയാണ് പിമ്പിൾസ് കവർ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത നമുക്ക് കണ്ണിന്റെ അടിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അതും വന്നിട്ട് കുറച്ച് അതിൻ്റെ അകത്ത് ബ്ലൂ വെയിൻസ് അധികമായിരിക്കും, അതായത് ഡാർക്ക് ഷെയ്ഡ് കൂടുതലാണെങ്കിൽ അത് കവർ ചെയ്യാൻ നമുക്ക് റെഡ് കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളർ കറക്റ്റ് ആണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനും ഒരു എളുപ്പ വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ പിങ്ക് കളറിലെ കറക്റ്റർ എടുക്കുക. എടുത്തിട്ട് നമ്മുടെ സ്കിൻ ടോൺ എന്തോ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു കളർ ഡാർക്ക് ടോൺ ആയാലും കുഴപ്പമില്ല, ആ ഡാർക്ക് ടോണില് കൺസീലർ എടുക്കുക. അപ്പൊ ഞാൻ ഈ പിങ്ക് ടോൺ എടുത്തത് ഒരു കറക്റ്ററും കൂടിയാണ്. കറക്റ്ററായിട്ട് യൂസ് ചെയ്യാം, കൺസീലർ ആയിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് ഞാനിതേ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കുക. അതും ഞാൻ ഇതിലേക്ക് വെച്ചിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ പോകും. കാരണം ഒത്തിരി പേരുടെ കാണുന്നത് നമ്മൾ എല്ലാം മേക്കപ്പും കഴിയുമ്പോൾ കറക്റ്ററും എല്ലാം ഇട്ടിട്ട് അതങ്ങ് ഭയങ്കരമായിട്ട് അതിന്റെ അടിയിൽ ആ വിസിബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ പുറത്ത് ലെയറിങ് ആയിട്ട് പല സംഭവവും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം വരാണ്ടിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഇതൊരു കൺസീലർ ബ്രഷ് ആണ്. ഇത് മസ്റ്റായിട്ട് നമ്മുടെ അടുത്ത് ഇരിക്കേണ്ട ഒരു സാധനമാണ്. കൈകൊണ്ട് നമുക്ക് ടാപ്പ് ചെയ്യാം, പക്ഷെ ഈ ഒരു കൺസീലർ ബ്രഷ് ഉണ്ടെങ്കിൽ ഇത് ഈവൻ ആയിട്ട് നമുക്ക് കണ്ണിന്റെ അടിയിലേക്കാണെങ്കിലും ഇതുമാതിരി പിമ്പിൾസിലേക്കാണെങ്കിലും ടാപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോ കണ്ണിന്റെ അടിഭാഗത്തെ ഞാൻ ചെയ്യാം. ഇങ്ങനെ ബ്രഷിൽ എടുക്കുമ്പോൾ നമ്മൾ അത് വീണ്ടും ടാപ്പ് ചെയ്യും തോറും വളരെ കൂടിയ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഇതിലേക്ക് വരൂല. നമ്മൾ എടുക്കുന്ന ആ ക്വാണ്ടിറ്റിയുടെ ഒരു 1/4 മാത്രമേ ചിലപ്പോൾ വരൂ. ഇല്ല, കാരണം ബിൽഡപ്പ് നമുക്ക് ചെയ്യാം. അതായത് ഇപ്പൊ കുറവാണെങ്കിൽ നമുക്ക് അതിനെ കൂട്ടാം, പക്ഷെ കൂടിപ്പോയാൽ പിന്നെ അത് കുറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അത് കാരണമാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇത് നമ്മളെ കയ്യിൽ തന്നെ നമ്മൾ ആദ്യം ഒന്ന് ടാപ്പ് ചെയ്യുക. കേട്ടോ, വളരെ കൂടുതൽ ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. കണ്ണിന്റെ ഐബോളിന്റെ പുറത്തും ചിലപ്പോൾ ഡാർക്ക് സർക്കിൾസ് കൂടുതലാണെങ്കിൽ അതേ പ്രോഡക്റ്റ് തന്നെ നമുക്ക് കണ്ണിന്റെ മേലിലേക്കും കൊടുക്കാം. അതുമാതിരി ഏതെല്ലാം ഭാഗത്ത് നമുക്ക് ആ ഒരു ഡാർക്ക് കളർ ഫീൽ ചെയ്യുന്നു, അതായത് ചിലപ്പോൾ ചുണ്ടിന്റെ രണ്ട് ഭാഗത്തും കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ.
അപ്പൊ ഇത് വന്നിട്ട് നമ്മൾ വളരെ ലൈറ്റ് ഒരു ക്വാണ്ടിറ്റി ആണ്. ഇത് ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇതിന്റെ പുറത്ത് ഫൗണ്ടേഷൻ എല്ലാം വന്നു കഴിയുമ്പോൾ അത് വളരെ ഈവൻ ആയിട്ട് കിടക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കളർ എന്താണ് ഡാർക്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നോ എന്ന് പോലും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കയ്യിലേക്ക് എടുക്കുക, അതും വീണ്ടും നമ്മളൊന്ന് ടാപ്പ് ചെയ്യുക. ആ ടാപ്പ് ചെയ്തതിന് ശേഷം വരുന്ന പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്യുക. കഴിയും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ കൺസീലർ ട്രിക്ക്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഒപ്പം വേണമെങ്കിൽ ഫുൾ മേക്കപ്പ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ആ വീഡിയോ ലെങ്ത് കൂടിപ്പോകും അല്ലെ. അപ്പൊ അത് കാരണം ഞാൻ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഒരു ഫുൾ മേക്കപ്പ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.